എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടറാ. കേരളം കണ്ട ഏറ്റവും എന്താ പറയുക മിടുക്കനായ അല്ലെങ്കിൽ എന്താ പറയുക അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നടനാണ് മോഹൻലാൽ. എന്താടാ അതിൽ ഇത്ര സംശയം? അതെ, കുറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ അതപ്പതിക്കുന്ന കാണുമ്പോഴേ ഈ ബിഗ് ബോസിൻ്റെ അവതാരകനായിട്ട് കുറേ കൂതറകളെയും വിളിച്ചിട്ട് അതിൽ ഈ മോഹൻലാൽ അവതാരകനായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും പോയി. ശരിയാണ്, അതിലല്പം വാസ്തവമുണ്ട്. കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് നേരാവാനാണ് വഴി. കാരണം സമൂഹത്തിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാദികളുണ്ടോ, ഞാനോ ഞാനങ്ങനെയൊന്നും, ആ അലവലാദികൾ മുഴുവനാണ് അവരുടെ മെരിറ്റ് എന്ന് പറയുന്നത്. നീ യൂട്യൂബിൽ നീ അലവലാദിയാണോ, നീ ബിഗ് ബോസിന് മെമ്പർ ആവാൻ യോഗ്യനാണ്. കാരണം ഇതൊന്നും ഭൂമിക്ക് ഭാരമായി കിടക്കുന്ന ഇവനെ ഒന്നും ഞാൻ വകവയ്ക്കുന്ന ആളല്ല. ഇങ്ങനെ വകവയ്ക്കാത്ത ഏതൊക്കെ അലവലാദികളുണ്ടോ അതിനെയൊക്കെ വിളിച്ചാണ് ഈ ബിഗ് ബോസിലെ താരങ്ങളാക്കുന്നത്. ഈ വിഷമിക്കാതിരിക്കുക, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും, അത് കാര്യമാക്കാനില്ല. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഏതെല്ലാം കൂതറകളുണ്ടോ ഇത് കാണുന്ന പുതുതലമുറ വഴിതെറ്റും. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനൊരു കളിയുണ്ടോ? ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട. മോഹൻലാൽ പത്മശ്രീയും പത്മഭൂഷണൊക്കെ വാങ്ങിയ ആളാണ്. അല്ല, അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഒരു കമ്മിറ്റ്മെന്റും എണ്ണ ഒഴിക്കല്ലേ അബ്ദു. നിങ്ങൾ കാശ് കൊടുത്താൽ അയാൾ എന്തും ചെയ്യും. അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. അയാൾ അല്ലെങ്കിൽ ആന്റണി അയാളെ കൂടി ചെയ്യും. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യമാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. ഒരു കമ്മിറ്റ്മെന്റും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളാണ് അയാളെന്ന് പറയും. അത്രയ്ക്ക് അഹങ്കാരിയും ധിക്കാരിയും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാ ഗോപി.